തിരുവനന്തപുരത്ത് ശശി തരൂരിനായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രചാരണ രംഗത്തുണ്ട്. അവിടെ റോഡ് ഷോ പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കടന്നു വരികയാണ്. അനന്തപ്രിയനെ പിന്മാറി വീശിയടിച്ച കൊടുങ്കാറ്റായി UDFന്റെ പ്രിയപ്പെട്ട നേതാക്കൾ ഇതാ ഈ വഴിക്കാരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. ഇത് പോരാട്ടത്തിന്റെ നാളുകളാണ്. ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിച്ചേ മതിയാകൂ. അതിൽ നമ്മൾ എന്തും ചെയ്യുക. നമ്മുടെ വിലപ്പെട്ട വോട്ട് അത് കൈയടയാളത്തിൽ, അത് കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്തി ശശി തരൂരിനെ വിജയിപ്പിക്കണമെന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് മതേതര കേരളത്തിന്റെ കാവൽക്കാരൻ വരികയാണ്. പാലക്കാട് സാധിക്കലി ശിഹാബുദങ്ങൾ ഇതാ ഈ വഴിക്കാരൻ തന്റെ പ്രിയപ്പെട്ട ശശി തരൂരിനോടൊപ്പം ഇതാ വരികയാണ്. മതമല്ല മനുഷ്യരാണ് വലുതൊന്നും പ്രഖ്യാപിച്ച് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും നേരിടും സുഖകാരണം പാഴ്ചയും നമ്മളൊന്ന് മക്കളെന്ന് പ്രഖ്യാപിച്ച പാലക്കാട് തറവാട്ടിലെ കരുതവോ പാലക്കാട് സാധിക്കലി ശശി തരൂർ കടന്നു വരുന്നു. UDF പ്രവർത്തകരോടൊപ്പം ഇതാ പാലക്കാട് സാധിക്കലി ശിഹാബുദങ്ങളും പ്രിയപ്പെട്ട ശശി തരൂരും UDFന്റെ പ്രിയപ്പെട്ട നേതാക്കളും ഇതാ തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്? ഏതൊക്കെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നു? പ്രവർത്തകരുടെ ആവേശം എങ്ങനെയുണ്ട്? നിതീഷ്, UDFന്റെ സ്ഥാനാർത്ഥിക്കായി, അതായത് ശശി തരൂരിനായി തിരുവനന്തപുരത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ പരിപാടി പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ദേശീയ നേതാവിനെ ഇറക്കിയാണ് ഇന്നത്തെ പ്രചാരണം നടത്തുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെയാണ് മുൻനിർത്തിക്കൊണ്ട് ഇന്ന് പര്യടനം നടത്തുന്നത്. റോഡ് ഷോ ആയാണ് ഇന്നത്തെ പര്യടനം. റോഡ് ഷോ നടത്തുന്നത് തിരുവനന്തപുരത്തെ കിള്ളിപ്പാലത്തു നിന്നും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് റോഡ് ഷോ. പ്രധാനപ്പെട്ട നഗരത്തിലെ വീതികളിലൂടെയൊക്കെയും റോഡ് ഷോ കടന്നു പോകുന്നുണ്ട്. ജനങ്ങളെ വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പ് ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു റോഡ് ഷോ നടത്തുന്നത്. ജനങ്ങൾ അത്രത്തോളം വലിയ ഒരു ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശശി തരൂരും പ്രധാനപ്പെട്ട DCC പ്രസിഡന്റായ പാലോട് രവി, അതോടൊപ്പം തന്നെ DK ശിവകുമാർ അടക്കമുള്ള മുൻ മന്ത്രി ശിവകുമാർ അടക്കമുള്ള ആളുകളാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശമായ ഒരു റോഡ് ഷോ തന്നെയാണ്. നിരവധി പ്രവർത്തകർ ഒപ്പമുണ്ട്. തിരക്കുള്ള വീതികളിലൂടെയാണ് ഇപ്പോൾ റോഡ് ഷോ നടന്നു പോകുന്നത്. പുരോഗമിക്കുന്നതൊക്കെ തിരക്കുള്ള വീതിയിലൂടെയാണ്. അതോടൊപ്പം തന്നെ അതിനു മുൻപായി തന്നെ DK ശിവകുമാർ എത്തിയപ്പോൾ തന്നെ BJPക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ യോഗ്യതയുള്ളത് ശശി തരൂരിന് തന്നെയാണ്. കേരളത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത IT മന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചോദിക്കാൻ പോലും അർഹതയില്ല എന്നടക്കമുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിനുശേഷമാണ് റോഡ് ഷോ ആരംഭിച്ചത്. ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ജനങ്ങൾക്കൊക്കെ കാണാനായി, അല്ലെങ്കിൽ ശശി തരൂരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനായി ഇപ്പോൾ നഗരത്തിലെ പ്രധാനപ്പെട്ട തിരക്കുള്ള വീതിയിലൂടെയാണ് ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുന്നത്. ദിവിഷ്. ശരി വിഷ്ണു, സംസ്ഥാനത്തെങ്ങും ദേശീയ നേതാക്കളുടെ നിര തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ശശി തരൂരിന്റെ പ്രചരണാർത്ഥം റോഡ് ഷോ നടത്തിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്. പാലക്കാട് കുടുംബത്തിലെ പ്രിയപ്പെട്ട നേതാവ്, പ്രിയപ്പെട്ട തങ്ങൾ മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലപാട്